ഇടതുപക്ഷത്തിനെതിരായ ആക്രമണം ഗവൺമെൻറ്റിനെതിരായ വിമർശനമല്ല. അതിൽ ഇപ്പോൾ ഞാൻ ഈ സദസ്സിനോട് തന്നെ ചോദിക്കാം, ഒരു യുവതിയെ വീട്ടിലേക്ക് വിളിച്ച് അടിച്ചു കൊന്ന് ആഭരണങ്ങൾ കവർന്ന് വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ സെക്രട്ടറിയുടെ മണ്ഡലം സെക്രട്ടറിയുടെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ? പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുക്കാനില്ലാതെ 2 രൂപ പിരിവെടുത്ത ഓമനക്കുട്ടനെ നിങ്ങൾ മരിച്ചാലും മറക്കില്ല. ഇതിൽ ന്യായമുണ്ടോ? ഇതിൽ ന്യായമുണ്ടോ? എൻ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിൽ ഡിഗ്രി ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ഒരാൾ വ്യാജ ബിരുദം ഉയർത്തിപ്പിടിക്കുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രശ്നവും നിങ്ങൾക്ക് അനുഭവപ്പെടില്ല. പക്ഷേ ഒരു താൽക്കാലിക ജോലിക്ക് ഒരു വ്യാജ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ട ആളെ നിങ്ങൾ മരിച്ചാലും വെറുതെ വിടില്ല. നിങ്ങൾ ADM സംശയകരമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്താൽ ആഴ്ചകൾ നീണ്ടുനിന്ന ചർച്ച നടത്തും. എന്നാൽ കൃത്യമായ സൂയിസൈഡ് നോട്ട് എഴുതി തട്ടിപ്പും വഞ്ചനയും കൈക്കൂലിയും തെളിയിക്കപ്പെട്ട അച്ഛൻ്റെയും മകൻ്റെയും മരണം സാധാരണ മരണമായിട്ട് മാറും. ഇതൊക്കെ മുന്നിൽ നിൽക്കുകയല്ലേ? ഞാൻ പറയുന്നത് ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്.